അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കടുക് പൊട്ടിക്കുക. വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീൻസ്, പിന്നെ നമ്മുടെ ക്യാരറ്റ്, ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പ് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട ഇപ്പം. അപ്പം നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു ചെറിയ രീതിയിലൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഉപ്പുമാവ് കുളവാകും കേട്ടോ. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ വറുത്ത പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വറുത്ത റവ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് കുളമായി പോകും. അപ്പോൾ വറുത്ത് വേണം നമ്മൾ റവ ഇടാൻ. ഇത് നമ്മൾ പാക്കറ്റിൽ നമുക്ക് വറുത്ത റവയായിട്ട് കിട്ടിയതാണ്, അതുകൊണ്ട് വറുത്ത റവ ഇടുവാണ്. അല്ല നിങ്ങളുടെ റവ വറുത്തതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വേണം ഇടാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉപ്പുമാവ് ഒരു വഹയ്ക്ക് കൊള്ളാതെ വരും. അതുകൊണ്ട് നമ്മൾ വറുത്ത് വേണം ഇടാൻ. അങ്ങനെ വറുത്ത് റവയൊക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് വേഗണ്ടേ നമ്മുടെ മാവൊക്കെ ഒന്ന് വെന്ത് വരണം, റവ വെന്ത് വരണം. എന്നാലേ നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഒരു പരിപാടി ചെയ്യാനുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുട്ടയാണ് ചേർക്കുന്നത് കേട്ടോ. മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക. ലേശം ഉപ്പും ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ചിക്കി നന്നായിട്ട് എടുത്തു കഴിഞ്ഞിട്ട്, ഇപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 മുട്ട ഉള്ളതുകൊണ്ട് ഞാൻ 1 മുട്ട എടുത്തു. 3 4 മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി മുട്ട എടുത്ത് ചിക്കി അങ്ങോട്ട് എടുക്കുകയാണ്. മുട്ട നമ്മുടെ ഉപ്പുമാവിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. എവിടെയും അങ്ങനെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കി കാണത്തില്ല. എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. ഈ മുട്ടയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേവിച്ച ചിക്കനും കൂടെ ചിക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉപ്പുമാവിന്. അപ്പം അതൊക്കെ ഒരു വെറൈറ്റി ഉപ്പുമാവ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയാൽ നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട ചിക്കി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഉപ്പുമാവിലോട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഉപ്പുമാവിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എന്ന് വെച്ചാൽ യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എന്ത് കഴിക്കാം. ഇവിടെ നമുക്ക് തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, മാങ്ങ ഇട്ട് നല്ല മത്തിക്കറി. അപ്പം ചിലർക്കൊന്നൊക്കെ ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ മീൻകറി. അപ്പം എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ മത്തിക്കറി, തലേ ദിവസത്തെ മാങ്ങ ഇട്ട മത്തിക്കറിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഈ ഉപ്പുമാവിൻ്റെ കൂടെ സാമ്പാർ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് മീൻകറി കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ മീൻകറിയേ ഉള്ളൂ, അതുകൊണ്ട് മീൻകറി വെച്ചാണ് ഞാനിത് ഈ ഉപ്പുമാവ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ചിലർക്കൊക്കെ ഇങ്ങനത്തെ കോമ്പിനേഷനേ ഇഷ്ടമായിരിക്കത്തില്ല. എന്നാലും ഇഷ്ടമുള്ളത് വെച്ച് കഴിക്കുക. വേണമെങ്കിൽ പഞ്ചസാര കൂട്ടിയാലും കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല മീൻകറിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. തലേ ദിവസം വെച്ച മാങ്ങ ഇട്ട മത്തിക്കറിയാണ്, കൊച്ചു മത്തിക്കറിയാണ്. അപ്പം ഇതൊക്കെ ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ മത്തിക്കറിക്ക്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് കഴിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ അടിപൊളി ഉപ്പുമാവ്, ഇതിനൊരു പേര് പറയുവാണെങ്കിൽ എഗ്ഗ് ഉപ്പുമാവെന്ന് പറയാം. അപ്പോൾ ആ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കിയൊക്കെ ഇടാം, വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ പല രീതിയിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. തിന്നാത്തവരും തിന്നും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.